അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഫ്രഞ്ച് ഫ്രൈസിന് റെസിപ്പിയുമായിട്ടാണ് വന്നത്. നമുക്ക് മാക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടുന്ന പോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇതുപോലെ ഒരു ചെറിയൊരു തിക്നെസ്സിൽ. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കണം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറമേ ഉള്ള ആ ഒരു സ്റ്റാർച്ചെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം വീണ്ടും ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളവും ഉപ്പും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് 60% കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് വെന്തു പോയാൽ ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും. പിന്നെ വിചാരിച്ച പോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 60% കുക്ക് ആവുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പം നന്നായി തിളച്ച് വന്നു. ഒരു 3 മിനിറ്റ് നന്നായി തിളച്ചാൽ മതിയാവും. അപ്പോഴേക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് ഒരു പ്ലേറ്റിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് ഈ ഉരുളക്കിഴങ്ങിനെ വെള്ളം കളഞ്ഞ് പ്ലേറ്റിൽ നിരത്തണം. എന്നിട്ട് ഇതിലെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കുക. ഇതിൽ ചൂടൊന്ന് മാറിക്കിട്ടിയാൽ ഫ്രിഡ്ജിൽ 20 മിനിറ്റ് വെച്ച് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഓയിൽ ചൂടായാൽ ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഹൈ ഫ്ലെയിം, അങ്ങനെ മാറ്റി മാറ്റി ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണേ. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ചായി വരും. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കളർ എത്ര പെട്ടെന്ന് ചേഞ്ചായി വരുന്നത്.
ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറും കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലെ ഓയിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയെടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.